ലൈഫ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കടലപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹലോ, നമുക്കിന്നൊരു കടലപ്പായസം കൊണ്ടൊന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക, അടുപ്പത്ത് മൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അത് കഴിഞ്ഞ് നെയ്യ് ഒഴിച്ച് ചൂടാക്കണം. കരിഞ്ഞ് പോവൽ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. ഏലക്ക മുന്തിരി വറുത്ത് പോയി ഞാനിപ്പോൾ തേങ്ങ കൊത്ത് വറുത്തെടുക്കാം. ഒന്ന് മൂക്കുന്നത് വരെ ഒന്നാവട്ടെ, കരിയണ്ട. ബ്രൗൺ നിറമാവട്ടെ, ആകുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാണ്. എന്തെങ്കിലും തേങ്ങ കൂടെ കിടന്ന് നോക്കുന്നതിൻ്റെ ഇച്ചിരി മാറി നിൽക്കട്ടെ, കാരണം പൊട്ടുന്ന ചീറ്റിലൊക്കെ ഉണ്ട്. നെയ്യിൽ നമുക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിന് നല്ല വേവിച്ചുടച്ചതാണ്. ഞാൻ ഈ മിക്സിയിലിട്ട് ഉടക്കില്ല കേട്ടോ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കടിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനത് ചട്ടുക വെച്ചിട്ട് നന്നായിട്ട് ഉടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നെയ്യും ഇതും കടലയും കൂടെ നന്നായിട്ടത് മിക്സാവട്ടെ. മിക്സായി കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ശർക്കര പാനി ഒഴിക്കണം. നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ശർക്കര പാനി ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ശർക്കര പാനിയും ഈ നെയ്യിൽ വരേണ്ട പരിപ്പും കൂടെ ഇങ്ങനെ നന്നായിട്ട് വേവട്ടെ. നിങ്ങൾക്ക് ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കാം കേട്ടോ. എനിക്കിത് ഇങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ഉടയ്ക്കാത്തത്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഉടഞ്ഞു പോയാൽ കുടിക്കാൻ എടുക്കുകയല്ല, കടിച്ച് കഴിക്കണമെന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ഇത് അധികം ഉടയ്ക്കാണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പരുവമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. ഇവിടെ ഞങ്ങൾക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനി നന്നായിട്ട് വെന്ത് വേവല്ല, ശർക്കരയും നെയ്യും പരിപ്പും കൂടെ നന്നായിട്ട് അതിൽ പിടിക്കുന്നതുവരെ നല്ല തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടലയും ശർക്കരയും കൂടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അത് അതിൽ കിടന്ന് കുറുകണം. കുറുകി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകുന്ന മുന്നേയായിട്ട് നമുക്ക് അതിൽ കുറച്ച് ഞാൻ ചകുവരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചകുവരി നല്ല വേവിച്ച് ഉടച്ച് വെച്ചേക്കുക കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ കൂടെ ചേർത്തിട്ട് ഇളക്കണം. ഇളക്കി അപ്പോൾ അതും കൂടെ ചേർന്ന് കട്ട ഇട്ടുണ്ട് കേട്ടോ. കട്ട ഇട്ടെടുത്ത് അടുക്കി പിടിക്കരുത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് ആ ചൗരി ഒന്ന് നേരത്തെ വേവിച്ച് വെച്ചതായതുകൊണ്ട് ചെറിയ രീതിയിൽ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ട എല്ലാം മാറിക്കിട്ടും. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ദേഹത്തൊന്നും തെറിക്കരുത്.
ചേർത്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പം നല്ല രീതിക്കത് കട്ടയൊക്കെ മാറ്റി കൊടുത്ത് അത് ശർക്കരയും കടലപ്പരിപ്പും നെയ്യും കൂടെ നന്നായിട്ട് കുറുകി വരട്ടെ. കുറുകി വന്നിട്ടാണ് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുകൾ ഒഴിക്കാൻ. ഞാൻ 2 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും പിന്നെ ബാക്കി 2-ാമത്തെ പാലും. 3, 4 ഒന്നും എടുത്തില്ല. എനിക്ക് 2 പാലും മതിയും തോന്നി. അങ്ങനെ ആ പാലൂടെ അതിൽ ചേർത്ത് അതും നന്നായിട്ട് വെട്ടിത്തിളച്ച് കുറുകി വന്നിട്ടാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇടാൻ. പക്ഷേ എനിക്കിത് ചൂടോടെ കുടിക്കുന്നതിനെക്കാട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് എനിക്കിഷ്ടം. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, എനിക്കങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ്. ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കാനുള്ള സമയം കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ്, നെയ്യ്, ശർക്കര, ചവ്വരി ഇത്രയും കൂടെയാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. നല്ല തിളവൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രമേ അടി പിടിക്കത്തുള്ളൂ. ചൂട് കട്ടിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അത് നല്ല രീതിയിൽ തിളച്ചത് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലെടുക്കാം. 1-ാം പാൽ മാറ്റി വയ്ക്കാം. അത് ലാസ്റ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മളതിൽ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാലും അതും കൂടെ ചേർന്ന് നിൽക്കണം. അപ്പോൾ ഈ പാല് അവിടെ കിടന്ന് നന്നായിട്ട് കുറുകണം. നല്ല ജോലിയുള്ള പരിപാടിയാണ് കടലപ്പായസം. കടലപ്രഥമം വയ്ക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതേപോലെ പണി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി ഈ പാല് ആ കടല പോലെ കടലയും ചൗരിയും നേരത്തെ കുറുകിയതുപോലെ ഈ പാലും കൂടെ അതിൽ ചേർന്ന് കുറുകി വരണം. എന്നിട്ട് നമുക്ക് അടുത്ത പാലൊഴിക്കാം. അപ്പോൾ നമ്മളെ പാലും കടലയും ശർക്കരയൊക്കെ കൂടെ ഇട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നതാണ്. നന്നായിട്ട് വെന്ത് കുറുകി. ഇനിയിപ്പോൾ നമുക്കിനി ബാക്കി ചേരുവകളൂടെ ചേർത്താൽ മതി. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് ഏലക്കാപ്പൊടിയൊക്കെ ഇടാനുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ചേരുവകൾ ചേർക്കാം. നമുക്ക് ലാസ്റ്റത്തെ പാല്, 1-ാം പാലുണ്ടല്ലോ നമ്മളെടുത്ത് വെച്ചിരുന്നത്, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് അധികം തിളപ്പിക്കണ്ട. എനിക്ക് നല്ല വെള്ള ശർക്കര കിട്ടിയിട്ടുള്ളത്, മറ്റേ ബ്ലാക്ക് കളറല്ല. അതുകൊണ്ടാണ് ഈ നിറമായിട്ട് തോന്നുന്നത്. എനിക്ക് ഈ ശർക്കരയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെള്ള ശർക്കര വാങ്ങിച്ചത്. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശർക്കര എടുക്കാം. നല്ല മധുരം കേട്ടോ. ഈ പാലൊന്ന് തിളവന്നാൽ മതി. നന്നായിട്ട് വെട്ടി തിളയ്ക്കേണ്ട. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇടണം. ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് എടുത്ത് വെച്ച ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കേട്ടോ. ഒത്തിരി ഉപ്പൊന്നും ഇടണ്ട, ഒരു നുള്ളു. എന്നിട്ട്
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. സ്വാദിഷ്ടമായ കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കൂടുതലാണ്, മറ്റുള്ള പായസം പോലെയല്ല. പിന്നെ അടപ്പായസം ഇതുപോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെ ചെയ്യാൻ ഇത്തിരി ജോലി ഉള്ളതുകൊണ്ട് ആരും ഇതിന് മെനക്കെടാറില്ല. പക്ഷെ ടേസ്റ്റ് കൂടുതലാണ്. കഷ്ടപ്പെട്ടാൽ നമുക്ക് ഫലമുണ്ടെന്ന് പറഞ്ഞ പോലെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കൂ. അപ്പോൾ എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ കടലപ്പായസം റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ കടലപ്പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.